കുറ്റാന്വേഷണം പ്രമേയമായിട്ടുള്ള സിനിമകളോട് പ്രേക്ഷകർക്ക് ഇന്നൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. പ്രതി ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിൽ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിയിരിക്കും. അവസാനം പ്രേക്ഷകർ പോലും വിചാരിക്കാത്ത ഒരാളെ പ്രതിയായി മുന്നിൽ നിർത്തുമ്പോൾ പ്രേക്ഷകർ ഒന്നും ഞെട്ടും. അതുവരെ സ്ക്രീനിന് മുന്നിൽ ഒരു അന്വേഷകനായിരുന്ന പ്രേക്ഷകൻ കേസ് അവസാനിപ്പിച്ച് എഴുന്നേൽക്കും. അങ്ങനെ പിടിച്ചിരുന്ന തിരക്കഥകൾക്ക് മാത്രമേ പ്രേക്ഷകരെ ചിത്രത്തിലേക്ക് എടുത്തെറിയാനും അവരെ കൊണ്ട് ആ കേസ് അന്വേഷിപ്പിക്കാനും സാധിക്കൂ. അങ്ങനെ ഒരു ചിത്രമാണ് ഗോളം. നല്ല ചിത്രങ്ങൾ മൗത്ത് പബ്ലിസിറ്റിയുടെ കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുമെന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ ചിത്രം. അതിലൊക്കെ വരാം. അതിനു മുമ്പ് ത്രില്ലറുകൾ എന്തുകൊണ്ടാണ് പ്രേക്ഷകർക്ക് ഇങ്ങനെ പ്രിയപ്പെട്ടതായതെന്ന് വേഗമൊന്ന് പറഞ്ഞു വരാം. സിനിമ ഉണ്ടാവുന്നതിന് മുമ്പും വായനാമുറികളെ സജീവമാക്കുന്നതിൽ അപസർപ്പക കഥകളുടെ പങ്ക് വളരെ വലുതായിരുന്നു. ഷെർലക് ഹോംസും അഗത ക്രിസ്റ്റിയും മാത്രമല്ല, കോട്ടയം പുഷ്പനാഥും തോമസ് ടി അമ്പാട്ടും ബാറ്റം ബോസും മലയാറ്റൂർ രാമകൃഷ്ണനും അടക്കം മലയാളത്തിൽ പോലും വലിയ പട്ടികയുണ്ട്. അന്വേഷിക്കുന്ന കുറ്റകൃത്യം ഒട്ടുമിക്കപ്പോഴും മോഷണം, അക്രമം, കവർച്ച, കൊലപാതകം എന്നിവയായിരിക്കും. കൃത്യം സംഭവിച്ചു കഴിഞ്ഞതോടെ കഥ ആരംഭിക്കുന്നു. പക്ഷേ കുറ്റകൃത്യം ചെയ്തതാരെന്ന കാര്യവും സാഹചര്യങ്ങളും അജ്ഞാതമാണ്. അന്വേഷകൻ വിദൂരമായ തെളിവുകൾ പോലും ശേഖരിക്കുന്നു. അതിവിദഗ്ധമായ നിരീക്ഷണ പാടവത്തോടെ കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഊഹിച്ചെടുക്കുന്നു. അങ്ങനെ ഓരോന്ന് ക്രമമായി ചേർത്ത് കുറ്റകൃത്യത്തിൻ്റെ ചുരുളഴിക്കുന്നു. കാലങ്ങളായി ഇതുതന്നെയാണ് അപസർപ്പക കഥകളിലെ ഇതിവൃത്തമായി നീങ്ങുന്നത്. വായനക്കാരിൽ അസാധാരണമായ ഉദ്വേഗം സൃഷ്ടിച്ച് അടുത്ത പടി എന്ത് എന്നറിയാനുള്ള വെമ്പലും ഉത്കണ്ഠയും അവരിൽ എപ്പോഴും പ്രവർത്തിപ്പിക്കാനുമാണ് എഴുത്തുകാർ ശ്രമിക്കുക. സാധാരണക്കാരായ വായനക്കാർക്കിടയിൽ ഏറ്റവും പ്രചാരമുള്ള കഥാവിഭാഗം ഇപ്പോഴും ഇതുതന്നെയാണ്. അതുകൊണ്ടാണ് സിനിമയും ഇതിനെ സ്വീകരിക്കാനുള്ള പ്രധാന കാരണം. മരം ചുറ്റി പ്രണയവും അതിവൈകാരികതയും മാത്രം നിറഞ്ഞു നിന്നിരുന്ന മലയാള സിനിമയുടെ ആ കാലത്ത് അതിനെ പൊളിച്ച സംവിധായകനാണ് കെ ജി ജോർജ്. ഇന്നും മലയാളത്തിലെ ലക്ഷണമൊത്ത കുറ്റാന്വേഷണ ചിത്രങ്ങളിൽ മുന്നിലുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അത് യവനികയായിരിക്കും. പിന്നെയും നിരവധി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങൾ ഇടക്കും തലക്കും മലയാളത്തിൽ വന്നുപോയി. സേതുരാമയ്യർ ഫ്രാഞ്ചൈസിയിൽ 5 ചിത്രങ്ങൾ വന്നു. അതല്ലാതെയും കെ മധു ഇത്തരം ചിത്രങ്ങൾ ഒരുക്കി. അടുത്ത കാലത്തായി ജീത്തു ഇത്തരം ചിത്രങ്ങളുടെ മാസ്റ്റർ എന്ന വിളിപ്പേരും ഉണ്ടാക്കി. OTTയുടെ കടന്നുവരവോടെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളുടെ സ്വഭാവത്തിന് പോലും മാറ്റം വന്നു. നോക്കൂ, ഇറങ്ങുന്ന സീരീസുകളിൽ ഏറിയതും ഈ സ്വഭാവത്തിലുള്ളതാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം കാണികളും സ്വീകാര്യതയും ഉണ്ടായി. അതോടെ ഈ ജോണർ സിനിമകളുടെ നിർമ്മാണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചലച്ചിത്രകാരന്മാരുടെ എണ്ണവും ഏറി. ആക്ഷൻ, ക്രൈം, ഇൻവെസ്റ്റിഗേഷൻ സിനിമകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പശ്ചാത്തലമാണ് ത്രില്ലറുകളുടെ മറ്റു രൂപാന്തരങ്ങളായ സൈക്കോളജിക്കൽ, മിസ്റ്ററി വിഭാഗങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജോണർ സിനിമകൾ കോവിഡ് OTT കാലത്ത് ഏറെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വീടോ കെട്ടിടമോ ഒറ്റ പ്രദേശമോ മാത്രമായിരിക്കും ഇത്തരം സിനിമകളുടെ കഥാഭൂമികയായി മാറുന്നത്. അപ്പോൾ പറഞ്ഞ് അങ്ങെത്തി നമുക്ക് ഗോളത്തിലേക്ക് തിരിച്ചു വരാം. പ്രതി, മോട്ടീവ്, കുറ്റം ചെയ്ത രീതി തുടങ്ങി പല വിധത്തിൽ ഇത്തരം കഥകളെ സിനിമയാക്കാമെന്നതാണ് പുതിയ കാലത്തെ സിനിമാക്കാർ ആലോചിക്കുന്നത്. മുമ്പില്ലാത്ത വിധം സാങ്കേതികവിദ്യയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും പുതിയ സംവിധായകർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിയെ റിവീൽ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് കാണികളിൽ ത്രില്ലടിപ്പിക്കാൻ ഉതകുന്ന അതിൻ്റെ മറ്റു സാധ്യതകളെ തുറന്നിടാനാണ് പുതിയ സിനിമാക്കാർ ശ്രമിക്കുന്നത്. അതിലൊരു പുതുമയും ഉണ്ടാവാറുണ്ട്. ഈ പുതുമയിലാണ് ഗോളം എന്ന ചിത്രം സീറ്റിൽ പിടിച്ചിരുത്തുന്നത്. ആരാണ് പ്രതി എന്നതിനപ്പുറത്ത് ഇടയ്ക്കിടയ്ക്ക് നൽകുന്ന ഉദ്വേഗവും ഒന്നിലധികം ട്വിസ്റ്റുകളും പ്രേക്ഷകരെ കൂടി തിരക്കഥയിൽ കൊളുത്തിയിടുന്നുണ്ട്. സാധാരണ ത്രില്ലർ സിനിമകളുടെ കളർ ഗ്രേഡും കഥയുടെ തുടക്കത്തിലൊരു ഇൻസിഡൻറ്റ് സെറ്റ് ചെയ്യുന്നതും അത് അന്വേഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ വരുന്നതും ഒക്കെ ആണെങ്കിലും പിന്നീട് അങ്ങോട്ട് ചിത്രത്തിൻ്റെ മൂഡിനുണ്ടാവുന്ന മാറ്റമാണ് ഇതര ത്രില്ലറുകളിൽ നിന്ന് ഗോളത്തെ വേറിട്ട് നിർത്തുന്നത്. അത് അഗത ക്രിസ്റ്റിയെ വായിച്ചവർക്ക് എളുപ്പത്തിൽ കണക്റ്റ് ആവുന്നത് കൂടിയാണ്. ഒരു നവാഗതൻ്റെ പതർച്ച ഏതുമില്ലാതെ നല്ല ക്ലീനായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഒരുക്കി നൽകിയതിന് സംജാദിന് എന്തായാലും കയ്യടി കൊടുക്കണം. മികച്ച തിരക്കഥയും അവതരണവും കൂട്ടിന് കൃത്യമായ പശ്ചാത്തല സംഗീതവും എഡിറ്റിങ്ങും പിന്നെ മിതത്വമാർന്ന പ്രകടനം കൊണ്ട് ഒട്ടും അതിഭാവുത്വമില്ലാത്ത രംഗത്ത് വന്ന കുറേ നല്ല അഭിനേതാക്കളുമാണ് ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റു പ്രത്യേകതകൾ. ത്രില്ലർ പ്രേമികളെ നിരാശരാക്കില്ല എന്ന് പറഞ്ഞ് ചുരുക്കുകയല്ല, മികച്ച അനുഭവം സമ്മാനിക്കാനും ഗോളത്തിന് ആവുന്നുണ്ട്. ഈ വർഷം മലയാളത്തിൽ ഇറങ്ങിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളുടെ എണ്ണം എത്രയെന്നറിയാമോ? 8 ചിത്രങ്ങളാണ് ആദ്യ 6 മാസത്തിനുള്ളിൽ തിയേറ്ററിലെത്തിയത്. ആട്ടം, പാളയം PC, എബ്രഹാം ഓസ്ലർ, അന്വേഷിപ്പിൻ കണ്ടെത്തും, CID രാമചന്ദ്രൻ, തലവൻ, ഗോളം, DNA. ഇതിൽ പല ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. അനുകരിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല എന്നതാണ് പുതിയ കാലത്തെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളെ വ്യത്യസ്തമാക്കുന്നത്. തിയേറ്ററിൽ കുതിക്കുന്ന തലവനും ഗോളവുമെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. നല്ല ചിത്രങ്ങൾ കാണാൻ തിയേറ്ററിൽ ആളുണ്ടാകുമെന്നതിന് ഉദാഹരണമാണ് വലിയ താരനിരയോ ബാനറോ അറിയപ്പെടുന്ന സംവിധായകനോ ഇല്ലാത്ത ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് മുന്നേറ്റത്തിൻ്റെ പ്രധാന റീസൺ. വലിയ താരങ്ങളെ വെച്ച് ആദ്യ ദിവസങ്ങളിൽ ഹൈപ്പ് കൊണ്ട് തിയേറ്ററിൽ ആളെ നിറക്കാനും പ്രൊമോഷനും മാർക്കറ്റിംഗ് കൊണ്ട് മുടക്കുമുതൽ തിരിച്ചുപിടിക്കാനും പലർക്കും ആയേക്കാം. പക്ഷേ പ്രേക്ഷക ഹൃദയം കീഴടക്കാൻ പുതുമയുള്ള കഥയും അത് ഭംഗിയായി ഒരുക്കി നൽകുകയും വേണം. ഗോളം പോലെ ഇനിയും ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാവട്ടെ.